എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ബോളാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ചോക്ലേറ്റ് ബോളിന്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ എടുത്തേക്ക് നമ്മുടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് വരണം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ബട്ടറാണ്. മെൽറ്റഡ് ബട്ടറായിട്ട് ചേർക്കുന്നത്. അപ്പം മെൽറ്റഡ് ബട്ടർ എന്ന് പറയുമ്പോൾ ചൂടാക്കിയ ശേഷം നമ്മൾ തണുപ്പിച്ചിട്ട് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ പാലാണ്. നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാലാട്ടോ, നമ്മൾ തിളപ്പിച്ചെടുത്ത പാലാണ് ചേർക്കുന്നത്. അപ്പോൾ പാലിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ എടുക്കുന്നതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ അളവ് പോലെ ഇരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോളായിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് പിടിച്ച് ഉരുട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ബോൾസുമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഡയറി മിൽക്കാട്ടോ. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റിനായിട്ട് എടുക്കുന്ന നമ്മുടെ ഡയറി മിൽക്കാണ്. ഒരു 6 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടർ പേപ്പറാണ് വേണ്ടത്. ഇപ്പോൾ ബട്ടർ പേപ്പറിൽ നിന്നെങ്കിൽ നമ്മൾ A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ തൂത്ത് വെച്ചാൽ മതി. ഇപ്പം അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്ക് നമ്മുടെ ബോൾസ് നമ്മുടെ ചോക്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ട്രേയിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ബോൾസിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ബോൾ മാത്രമാക്കിയിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ബോൾസും ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മൊത്തം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ബാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ചോക്ലേറ്റ് ബാളിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെങ്കിൽ ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.